മിക്ക സിനിമ ആയിരുന്നാലും എന്ന് വെച്ചാൽ ധൂം ആയിരുന്നാലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരുന്നാലും ഈ ബാറ്റ്മാൻ ആയിരുന്നാലും ഈ സിനിമയിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള മോഷ്ടിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ടെക്നോളജി പരമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റൊക്കെ ഹൈജാക്ക് ചെയ്യുന്നതും അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ധൂം എന്ന സിനിമ ഉണ്ടല്ലോ, ധൂം സെക്കൻഡിൽ ഈ ഋത്തിക് റോഷൻ ഒറ്റയ്ക്കൊക്കെ ചെന്നാണ് ഓരോ സാധനങ്ങൾ മോഷ്ടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര ടെക്നോളജി പരമായിട്ട് ആ ഒറ്റയ്ക്കായിരിക്കും ഒരു ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാൽ ഡയമണ്ട് ആയിരുന്നാലും അത് ചെന്ന് നൈസിൽ അങ്ങ് എടുത്തിട്ട് വരും. എന്നാൽ നമ്മൾ ഈ സിനിമ ഈ ധൂം ആയിരുന്നാലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരുന്നാലും ബാറ്റ്മാൻ ആയിരുന്നാലും ഈ സിനിമയിലാണ് കാണുന്നത് യഥാർത്ഥത്തിൽ റിയൽ ലൈഫിൽ നടക്കാറുണ്ടോ? അങ്ങനെ നടന്നിട്ടുണ്ട്. ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരൊന്നും ചേർന്നല്ല, ഒരേ ഒരാൾ ഒറ്റയ്ക്ക് ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തു. അമേരിക്കൻ ഗവൺമെന്റിനെ തന്നെ പേടിപ്പിച്ച ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. AK ഇൻഫോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീഷ്. കാണാൻ ഒരു 40 വയസ്സ് തോന്നിക്കും. പാസ്പോർട്ടിൽ കൊടുത്തിരുന്ന പേരെന്ന് വെച്ചാൽ ഡാൻ കൂപ്പർ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് ഡാൻ കൂപ്പർ എന്നല്ല. ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു ഐഡന്റിറ്റിയും ഇല്ല. ഇയാൾ ആരാണ്, എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്, അങ്ങനെ ഒന്നും തന്നെ അറിയത്തില്ല. അത് ഇന്ന് വരെ ആർക്കും അറിയത്തില്ല. ഇനി ഈ ഡാൻ കൂപ്പർ എന്ന് പറയുന്ന ഈ ഒരാള് എന്താണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു നവംബർ മാസം 24 ഏകദേശം ഒരു 3 മണിക്ക് പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു എയർപോർട്ടിൽ ഇയാള് എന്ന് വെച്ചാൽ ഈ ഡാൻ കൂപ്പർ വന്നു. എന്നിട്ട് സിയാറ്റിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലോട്ട് പോകാൻ വേണ്ടി ടിക്കറ്റ് ചോദിച്ചു. പിന്നെ ഈ കഥ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കണം. ഇത് നടക്കുന്നതെന്ന് വെച്ചാൽ 1971 അന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് വലുതായിട്ട്, എന്ന് വെച്ചാൽ എയർപോർട്ടിൽ വലുതായിട്ട് സെക്യൂരിറ്റി ഇല്ല, ക്യാമറ ഇല്ല, ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു ഫ്ലൈറ്റ് കടത്തുമെന്ന് ആരും ചിന്തിക്കാത്ത ഒരു കാലം. അങ്ങനെ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്നും സിയാറ്റിൽ എന്ന് പറയുന്ന ആ സ്ഥലത്തിലോട്ട് പോകാനുള്ള ടിക്കറ്റൊക്കെ ഈ ഡാൻ കൂപ്പർ എടുത്തു. പിന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഒരു സ്യൂട്ട് കേസ് മാത്രമേ ഉള്ളൂ. ആ സ്യൂട്ട് കേസ് കൊണ്ട് അദ്ദേഹം പ്ലെയിനിന്റെ അകത്തോട്ട് കയറി. ആ സ്യൂട്ട് കേസിൽ എന്താണെന്നോ ഒന്നൊന്നും അവിടുത്തെ അന്നത്തെ കാലത്ത് അവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. അന്നത്തെ കാലത്ത് അതാരും ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല ആ സ്യൂട്ട് കേസിന്റെ അകത്ത് എന്താണെന്നൊന്നും. അങ്ങനെ ആ സ്യൂട്ട് കേസും കൊണ്ട് നമ്മുടെ ഡാൻ കൂപ്പർ പ്ലെയിനിന്റെ അകത്ത് കയറി. ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ടാൽ 40 വയസ്സ് തോന്നിക്കും. അത് മാത്രമല്ല നല്ല സ്മാർട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ എന്ത് പറയാം, നമ്മളെ കണ്ടാൽ എന്ന് വെച്ചാൽ നമ്മളെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ഒരു മര്യാദ കൊടുക്കണമെന്ന് തോന്നും. അങ്ങനത്തെ ഒരു ലുക്കുള്ള ഒരാൾ. പ്ലെയിനിൽ സ്കോച്ചൊക്കെ ഓർഡർ ചെയ്ത് കുടിക്കുന്നു, സിനിമ സ്റ്റൈലിൽ സിഗരറ്റൊക്കെ വലിക്കുന്നു. അങ്ങനെ ആളങ്ങ് ഒരു ഇതായിട്ടങ്ങ് ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്കോച്ചും സിഗരറ്റൊക്കെ വലിച്ചതിൻ്റെ പൈസയൊക്കെ അങ്ങ് പേ ചെയ്യാണ്. എന്നിട്ട് ഒരു സൈഡിൽ ആ ഒരു പ്ലെയിനിൻ്റെ അകത്ത് ഒരു ശാന്തമായിട്ട് അങ്ങ് ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ അടുത്തിരുന്ന എയർ ഹോസ്റ്റസിനെ ഒന്ന് അടുത്തോട്ട് വിളിച്ചിട്ട് അയാൾ ഒരു കാർഡ് ആ എയർ ഹോസ്റ്റസിൻ്റെ കയ്യിൽ കൊടുത്തു. എയർ ഹോസ്റ്റസ് ആണെങ്കിൽ അത് ആണല്ലേ, അയാൾ ഒരു പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കത്തിൽ എന്തെങ്കിലും അയാളെ നമ്പർ വല്ലതും ആ പെണ്ണിന് കൊടുത്തിരിക്കും. അങ്ങനത്തെ ഒരു ചിന്തയിൽ ആ പെണ്ണാണ്, ആ എയർ ഹോസ്റ്റസ് ആണെങ്കിൽ ആ കാർഡ് വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് ആ പെണ്ണിൻ്റെ ആ എയർ ഹോസ്റ്റസിൻ്റെ വഴിക്ക് അങ്ങ് നടന്നങ്ങ് പോയി. കുറച്ചും കൂടെ കഴിഞ്ഞ് കൂപ്പർ ഉണ്ടല്ലോ ആ എയർ ഹോസ്റ്റസിനെ പിന്നെയും വിളിച്ചു. എന്നിട്ട് ഞാൻ തന്ന ആ കാർഡ് മര്യാദയ്ക്ക് എടുത്ത് നിങ്ങൾ വായിക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് കൂപ്പർ പറഞ്ഞു. അത് കേട്ട ഉടനെ എയർ ഹോസ്റ്റസ് ഉടനെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഞെട്ടി ആ ഒരു കാർഡ് എടുത്ത് ഒന്ന് വായിച്ചു നോക്കി. ആ കാർഡിൽ എഴുതിയതെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? ഈ ഫ്ലൈറ്റ് ഞാനിപ്പോൾ കടത്താൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ വലിയൊരു ബോംബുണ്ട്. മര്യാദയ്ക്ക് ഒന്നും മിണ്ടാതെ എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഇത് വായിച്ച ഉടനെ എയർ ഹോസ്റ്റസ് അങ്ങ് ഷോക്കായിപ്പോയി. എന്നിട്ട് ഒന്നും മിണ്ടാതെ മര്യാദയ്ക്ക് അയാളുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് ആ എയർ ഹോസ്റ്റസ് കൂപ്പറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആ ബോംബ് കാണണം, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, നിങ്ങൾ എനിക്ക് ആ ബോംബ് കാണിച്ചു തരാൻ പറഞ്ഞു. ഉടനെ തന്നെ കൂപ്പറിൻ്റെ സ്യൂട്ട് കേസ് എടുത്തിട്ട് ആ പെട്ടി അങ്ങ് തുറന്ന് കാണിച്ചു കൊടുത്തു. ആ പെട്ടിക്കകത്ത് ഏകദേശം 6 സിലിണ്ടറും എല്ലാം കൂടെ വെച്ച ഒരു വലിയ ഡിവൈസ് അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. അത് കണ്ട ഉടനെ എയർ ഹോസ്റ്റസ് ഞെട്ടി, ഇയാൾ പറയണൊക്കെ ശരി തന്നെ, ഇയാൾ ഈ ഫ്ലൈറ്റ് ഇനിയിപ്പം കടത്താൻ പോവാണ് എന്നൊക്കെ അങ്ങ് വിശ്വസിച്ചങ്ങ് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ എയർ ഹോസ്റ്റസ് എണീച്ച് പൈലറ്റിൻ്റെ അടുത്ത് പോയി പറയാണ്, ഇതേപോലെ ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ കയ്യിൽ ബോംബുണ്ട്, അയാൾ ഈ പ്ലെയിൻ കടത്താൻ പോവുകയാണെന്ന് പറയുകയാണെന്ന്. ആ ഒരു സമയത്ത് അവിടുത്തെ പാസഞ്ചേഴ്സ് എന്ന് വെച്ചാൽ പ്ലെയിനിൻ്റെ അകത്തുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞു ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുകയാണ്, കൂപ്പറിൻ്റെ കയ്യിൽ ഒരു ബോംബ് ഇരിക്കുകയാണെന്ന് അവിടുത്തെ ആൾക്കാരെല്ലാം അറിഞ്ഞു. ആ സമയത്ത് കൂപ്പർ എണീച്ചിട്ട് ആൾക്കാരടുത്ത് പറയണേ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് പൈലറ്റ് ഇരുന്ന റൂമിലോട്ട് കൂപ്പർ നടന്നുപോയി. അങ്ങനെ പൈലറ്റിൻ്റെ അടുത്ത് നിന്നിട്ട് കൂപ്പർ പറഞ്ഞു, എനിക്ക് $2 ലക്ഷം അമേരിക്കൻ ഡോളർ വേണം, അത് തന്നാൽ നിങ്ങളെല്ലാവരും ഞാൻ വിട്ടേക്കാം. അഥവാ അതങ്ങനെ അല്ലെങ്കിൽ
ഞാൻ ഈ ബോംബ് പൊട്ടിക്കും, നിങ്ങളും ചാവും ഞാനും ചാവും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോവാം. ഇങ്ങനത്തെ ഒരു ഭീഷണി കേട്ടപ്പോൾ തന്നെ പൈലറ്റ് ഉടനെ പേടിച്ചു. ഉടനെ സിയാറ്റിലുള്ള എയർപോർട്ടിൽ ഉടനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു, ഇതേപോലെ ഒരാൾ ബോംബ് പോയിട്ട് വന്നിരിക്കുന്നുണ്ട്, അയാൾക്ക് $2 ലക്ഷം അമേരിക്കൻ ഡോളർ വേണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൊന്നുകളയെന്നൊക്കെയാണ് പറയുന്നത്, എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഹെൽപ്പ് അവിടെ ഒരു റിപ്പോർട്ട് അങ്ങ് ചെയ്തു. അതോടനെ അവിടുത്തെ സിയാറ്റിലെ മേയർ ഉടനെ അറിയാണ്. ഉടനെ മേയർ തിരിച്ച് പറയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് $2 ലക്ഷം അമേരിക്കൻ ഡോളർ തരാം, പക്ഷെ ദയവ് ചെയ്ത് അവിടുത്തെ ആൾക്കാരൊന്നും ചെയ്യല്ലേ. അങ്ങനെ സിയാറ്റിലെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി. ആ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ അവിടെ വെച്ചാണ് പിന്നെ ട്വിസ്റ്റ് അങ്ങോട്ട് തുടങ്ങുന്നത്. ഫ്ലൈറ്റ് ഇറങ്ങി ഉടനെ തന്നെ കൂപ്പർ ഉടനെ പറഞ്ഞു എന്ന് വെച്ചാൽ പ്ലെയിനിൻ്റെ അകത്തുള്ള എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്യാൻ. ഈ ഒരു സമയത്ത് അവിടുത്തെ മേയറും കാര്യങ്ങളും അവിടുത്തെ സെക്യൂരിറ്റി എല്ലാവരും കൂടെ പ്ലെയിനിൻ്റെ അകത്തിരിക്കുന്ന കൂപ്പറിനെ പിടിക്കാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്തിരിക്കുകയാണെന്ന് വെച്ചാൽ എന്തായാലും ഫ്ലൈറ്റ് വന്ന് സിയാറ്റിൽ ഇറങ്ങി, ഇനി എന്തായാലും അയാൾക്ക് ഈ ഫ്ലൈറ്റ് വിട്ട് വെളിയിൽ ഇറങ്ങാതെ വേറെ നിവർത്തിയില്ല. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അയാളെ പിടിക്കാൻ വേണ്ടി അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ നിൽക്കുകയാണ് ഈ സിയാറ്റിലെ മേയറും സെക്യൂരിറ്റിയുമായത് എല്ലാവരും കൂടെ. കൂപ്പറാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. എന്നിട്ട് പൈലറ്റിനെ ഉപയോഗിച്ച് ഒരാളിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ഒരു വെപ്പണും ഇല്ലാതെ പൈസ മാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പണം കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ പണം കൊണ്ടുവന്നല്ലോ, അതേപോലെ ഒരാൾ വന്നിട്ട് ഈ പ്ലെയിനിൻ്റെ ഫ്യൂവല് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഫ്യൂവല് ഫില്ല് ചെയ്യുകയും പിന്നെ 3 പാരച്യൂട്ട് ഇതേപോലെ തന്നെ വാങ്ങുകയും ചെയ്തു. അതിനുശേഷം പൈലറ്റിനെ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരെയും വെളിയിലോട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് പൈലറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഈ ഫ്ലൈറ്റ് മെക്സിക്കോ എന്ന് പറയുന്ന നാട്ടിലോട്ട് പോകാൻ പോവുകയാണ്, അപ്പോൾ ഫ്ലൈറ്റ് എടുക്കാൻ പറഞ്ഞു. ഇവിടെ പൈലറ്റ് ഉടനെ പറഞ്ഞു, മെക്സിക്കോയിൽ പോകാനുള്ള അത്രയ്ക്കുള്ള ഫ്യൂവലൊന്നും ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റൂല, നമ്മൾ ഈ പ്ലെയിനിൻ്റെ അത്രയ്ക്കുള്ള ഫ്യൂവലൊന്നും ഇല്ലയെന്ന്. ഉടനെ അപ്പോൾ കൂപ്പർ ചിന്തിച്ചിട്ട് പറഞ്ഞു, പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും ഒരു എയർപോർട്ട് ഉണ്ടല്ലോ, ആ എയർപോർട്ടിൽ ഇറങ്ങി അടുത്ത ഫ്യൂവൽ ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞ് അങ്ങനത്തെ പ്ലാനിങ് ഒക്കെ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ അടുത്ത എയർപോർട്ടിൽ വിളിച്ച ഉടനെ ഇവിടുത്തെ ഈ എയർപോർട്ടിലെ മേയർ എല്ലാം കൂടെ അടുത്ത് ഇറങ്ങാൻ പോണ എയർപോർട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ ഒരു പ്ലെയിൻ വരുന്നുണ്ട്, അതിൻ്റെ അടുത്തൊരു കള്ളനുണ്ട്, അവിടെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളും വെച്ചോ, ആ കള്ളനെ പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നൊക്കെ വിളിച്ച് അങ്ങനെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ പ്ലെയിന് ടേക്ക് ഓഫ് എന്ന് വെച്ചാൽ ഈ കൂപ്പർ ഇരിക്കുന്ന ഈ പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്ത ആ സമയത്ത് തന്നെ ബാക്കിൽ നിന്ന് 2 ജെറ്റിനെയും കൂടെ ഇതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി വിട്ടു. ഇതിൽ അടുത്ത സംഭവം അവിടെയാണ്. എന്ന് വെച്ചാൽ ഈ കൂപ്പർ എന്ന് പറയുന്ന ഇയാൾക്ക് പ്ലെയിനിനെ കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള അറിവും കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പ്ലെയിനിൻ്റെ സംഭവങ്ങളെല്ലാം ഈ കൂപ്പർ എന്ന് പറയുന്ന ആളിനറിയാം. അതുകൊണ്ട് തന്നെ പ്ലെയിൻ എടുത്തപ്പോൾ തന്നെ പൈലറ്റിൻ്റെ അടുത്ത് ഈ കൂപ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ 3000 ഫീറ്റ് ഉയരക്കൂടെ മാത്രമേ പ്ലെയിന് പറക്കാവുള്ളൂ. അതിന് ആ 3000 ഫീറ്റിൽ നിന്ന് മുകളിലൂടെ പോകാൻ പാടില്ല, ആ 3000 ഫീറ്റിൽ നിന്ന് താഴെ കൂടെയും പോകാൻ പാടില്ല. കാര്യം എന്തോന്ന് വെച്ചാൽ ഈ 3000 ഫീറ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഈ മേഘങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ആ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂപ്പർ ഇരിക്കുന്നതെന്ന് വെച്ചാൽ പാസഞ്ചേഴ്സ് ഇരിക്കുന്നത് വെച്ചാൽ ഈ നമ്മളെ പോലത്തെ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, ആ സ്ഥലത്താണ് നമ്മൾ ഈ കൂപ്പർ ഇരിക്കുന്നത്. പൈലറ്റ് ആണെങ്കിൽ പൈലറ്റിന് പ്രത്യേക ഒരു റൂമൊക്കെ ഉണ്ട്. ആ പൈലറ്റ് ഇരിക്കുന്ന ആ സ്ഥലത്താണ്, അവിടെയാണ് പൈലറ്റ് ഇരിക്കുന്നത്. പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഈ നമ്മളെ കൂപ്പർ ആണെങ്കിൽ ഈ പൈലറ്റിന് ഓരോ ഇൻസ്ട്രക്ഷൻസ്, ഓരോ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഓർഡർ എല്ലാം ഈ പൈലറ്റ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. കാര്യം പൈലറ്റിന് പാലിച്ചാലേ പറ്റൂ, പാലിച്ചില്ലെങ്കിൽ ബോംബ് പൊട്ടിക്കും, എല്ലാവരും മരിക്കും. അതുകൊണ്ട് ആ ഒരു പേടി കൊണ്ട് പൈലറ്റ് പാലിക്കുകയാണല്ല. 3000 അടി ഉയരക്കൂടെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ നിന്ന് 2 ജെറ്റുണ്ട്. അത് മാത്രമല്ല അടുത്ത് ഇറങ്ങാൻ പോകുന്ന എയർപോർട്ടിൽ ഫുൾ സെക്യൂരിറ്റി, ഇയാളെ പിടിക്കാൻ വേണ്ടി ഫുൾ സെക്യൂരിറ്റി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെയാണ് കൂപ്പറിന്റെ അടുത്തൊരു ട്വിസ്റ്റ്. എന്ന് വെച്ചാൽ കൂപ്പർ എന്ന് പറയുന്ന ആള് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ഒരു ആളാണ്. എന്ന് വെച്ചാൽ ഇയാള് ഈ സമയമുണ്ടോ എന്ന് വെച്ചാൽ ഈ ഒരു മോഷണം നടക്കുന്ന ഈ ഒരു സമയമുണ്ടല്ലോ, ഈ സമയം എന്ന് വെച്ചാൽ ഒരു മഴ സമയം, എന്ന് വെച്ചാൽ മഴ സീസൺ ആയിട്ടുള്ള ഒരു സമയമാണ്. അവിടെ ഇഷ്ടം പോലെ കാർമേഘങ്ങളാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന ജെറ്റിന് ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ മുൻവശത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. പിന്നെ പൈലറ്റിനാണെങ്കിൽ പൈലറ്റിന് ആ റൂമിൽ നിന്ന് എണീച്ച് അങ്ങോട്ട് വെളിയിലോട്ട് പോയി പാസഞ്ചേഴ്സിന്റെ സൈഡിൽ നോക്കാനും പറ്റില്ല. അങ്ങനെ എണീച്ച് പോവുകയാണെങ്കിൽ കൂപ്പർ ബോംബ് പൊട്ടിക്കുമ്പോൾ അവർ ചാവും. അപ്പോൾ ആ ഒരു പേടിയിൽ പൈലറ്റ് ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഈ പൈലറ്റിന് ഓർഡർ ഒന്നും കിട്ടണില്ല. ഒരു ഓർഡറും എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് കൂപ്പറിൽ നിന്ന് ഒരു ഓർഡർ ഒന്നും വരണില്ല. ആ ഒരു സമയത്ത് പ്ലെയിന് പോകുന്നതെന്ന് വെച്ചാൽ ഒരു കാടും ഒരു നദിയൊക്കെ ഉള്ള ഒരു സ്ഥലത്തിലൂടെയാണ് ഈ പ്ലെയിന് പോകുന്നത്. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സൈഡിലുള്ള ആ ഒരു സ്ഥലത്തിൽ പ്രഷർ ലീക്കാവുന്നു എന്ന് പൈലറ്റ് അവർക്ക് മനസ്സിലായി. അവിടെ എന്താ സംഭവം നടക്കുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പൈലറ്റ് അവിടെ നിന്ന് എണീച്ചൊന്ന് ആ വെളിയിൽ എന്ന് വെച്ചാൽ പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സ്ഥലത്തിലോട്ട് പോയി.
അവിടെ ചെന്നപ്പോൾ കൂപ്പർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ല. അതുമാത്രമല്ല, പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ആ സൈഡിലുള്ള ഡോർ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. എന്ത് നടന്നാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. കൂപ്പർ നൈസിൽ പണവും കൊണ്ട് അവിടെ നിന്ന് ചാടി. അടുത്ത് എയർപോർട്ടിൽ ഈ ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് ഫുൾ സെക്യൂരിറ്റി എല്ലാം കൂടെ ഈ ഫ്ലൈറ്റിനെ അങ്ങ് വളഞ്ഞ് അകത്ത് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് മറ്റേ തോക്കൊക്കെ എടുത്തുകൊണ്ട് ചെന്ന് അകത്തൊക്കെ നോക്കി. അകത്ത് നോക്കിയപ്പം ഒരാൾ, എന്ന് വെച്ചാൽ കൂപ്പർ എന്ന് പറയുന്ന ഒരാൾ അകത്തുണ്ടെന്നുള്ള ഒരു തെളിവ് പോലും ഇല്ല. അങ്ങനെ ഒരു ശൂന്യമായിട്ട് അങ്ങ് കിടക്കുകയാണ്. അമേരിക്കൻ ഗവൺമെന്റിനാണെങ്കിൽ ഇതൊരു വലിയ ഒരു നാണക്കേടായി. അവർ ആ ഒരു ദേഷ്യത്തിലുണ്ടല്ലോ 155 പോലീസുകാരെ ഈ ഒരു കാട് വഴി പോയപ്പോഴേ ഈ ഒരു ആളെടുത്ത് ചാടിയത്. ആ ഒരു കാട്ടിൽ 155 പോലീസുകാരെ ഇറക്കി വിട്ടു. എന്ന് വെച്ചാൽ സെർച്ച് ചെയ്യാൻ വേണ്ടി, ഇയാളെ കണ്ടുപിടിക്കണമെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി അങ്ങ് ഇറക്കി വിട്ടു. അയാളെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഇയാളെ കുറിച്ചുള്ള ഈ ഒരു കേസ് അന്വേഷണം 2011 വരെ തുടർന്നു. എന്നുവെച്ചാൽ 1971 നടന്നതാണ് 2011 വരെ തുടർന്നു. പിന്നെ ഇയാൾ വയസ്സായി മരിച്ചു കാണുമെന്ന് വിചാരിച്ച് ഈ കേസ് അങ്ങ് ക്ലോസ് ചെയ്തു. യഥാർത്ഥത്തിൽ കൂപ്പറിന് എന്തായിരിക്കും പറ്റിയത്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അഥവാ ഈ കൂപ്പർ ആ ഒരു പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടിയപ്പോൾ കൂപ്പർ മരിച്ചു പോയോ? അതോ കൂപ്പർ അവിടെ നിന്ന് എവിടെയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് വേറെ ഏതെങ്കിലും നാട്ടിലെത്തിയോ? യഥാർത്ഥത്തിൽ കൂപ്പർ ആരാണ്? ഏത് നാട്ടുകാരനാണ്? അത് ഏത് ഭാഷ സംസാരിക്കുന്നത്? ഒരു ഐഡന്റിറ്റി ഇല്ല. ആരാണെന്ന് അറിഞ്ഞൂടാ. അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് ആരൊക്കെയെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഊഹം നിങ്ങളെ ഒരു ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഞാൻ ഇതിൽ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ഇത്രയും ഒരു സംഭവം എന്ന് വെച്ചാൽ അയാൾ എന്തുമാത്രം ബ്രില്യൻ്റ് ആയിരിക്കണം. 3000 എന്ന് വെച്ചാൽ കറക്റ്റ് 3000 അടിയിൽ കൂടെ ഫ്ലൈറ്റിനെ പറത്തുക, ആ ഒരു മഴ സമയത്ത് പറത്തുക, അതുമാത്രമല്ല കാടെത്തിപ്പെടുത്ത് ചാടുക. എന്ത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത്, ആ ഒരു കാലത്ത് ആരും ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു സംഭവമാണ് അവിടെ നടത്തിയത് ആള്. പിന്നെ ഈ കൂപ്പറിന് എന്ത് സംഭവിച്ചു കാണും, നിങ്ങളെ ഊഹത്തിൽ എന്ത് നടന്നു കാണുമെന്ന് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. പിന്നെ ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലെന്തെങ്കിലും കുറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. പിന്നെ ഞാൻ മിക്ക വീഡിയോയിലും മറന്നു പോകുന്ന ഒരു സംഭവമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ശരി. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ടാറ്റ.